കേരളത്തിനൊരു നല്ല മനസ്സുണ്ട്. ആ നല്ല മനസ്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഇടപെടലുകളാണ് നമ്മുടെ സമൂഹത്തിൽ വേണ്ടത്. സ്വാർത്ഥതയ്ക്കായി തട്ടിക്കൊണ്ടുപോയ ദൈവങ്ങളെയെല്ലാം വിശ്വാസികൾക്ക് ആരാധിക്കാനായി തിരികെ നൽകണമെന്ന് പറയാൻ ഞങ്ങൾ മിണ്ടാപ്രാണികൾക്കാവില്ലല്ലോ. ആ മേളവും ഈ ബാങ്കുവിളിയും തമ്മിൽ ഇങ്ങനെ ലയിച്ചു ചേരുന്ന ഒരു അവസ്ഥ ഞാൻ സാക്ഷിയാണ്. ഇത് കണ്ടിട്ട് AR റഹ്മാൻ പോസ്റ്റ് ഇട്ടു, ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. പ്രകൃതി നമുക്ക് അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ പൊട്ടൻഷ്യൽ മുഴുവൻ വിനിയോഗിക്കാൻ കൂടി നമ്മൾ തയ്യാറായാൽ കേരളം ഒരു സ്വർഗമായി മാറും. ഭരണാധികാരി എന്ന നിലയിലുള്ള ഒരു വിൽ പവർ ഉണ്ട്, ഒരു സ്റ്റാൻഡ്, അത് നടപ്പാക്കണം എന്ന ഒരു വിൽ പവർ, അത് ഒരു സംശയമില്ല. അക്കാര്യത്തിൽ പിണറായി വിജയൻ തന്നെ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഐഡന്റിറ്റി ഉണ്ട്. അതെ. അപ്പൊ ആ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു പോകുന്നതാണ്. നമ്മുടെ പേരിനെ ഒന്ന് ചുരുക്കി പറയുന്നത്. തൻ്റെ ലേഖനം വളരെ 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 നന്നായിട്ടുണ്ട്. വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ടോക്ക് ഓഫ് ദി ടൗൺ. ഞാൻ അലിൻ ഷാ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ MP യും മുൻ MLA യുമായിട്ടുള്ള അഡ്വക്കേറ്റ് AM ആരിഫ് സാർ ആണ്. സാർ, സ്വാഗതം. ഒരുപാട് നാളിന് ശേഷം സാറിന് നമ്മളിങ്ങനെ തിരക്കാണ്, നമുക്കറിയാം. നമ്മളിങ്ങനെ വട്ടമിട്ട് പിടിച്ചിരിക്കുകയാണ് സാറിന്. ഇപ്പോൾ എലക്ഷൻ ആവാറാകുന്നു. അപ്പോൾ എങ്ങനെ പോകുന്നു സാർ അതിന്റെ പ്രിപ്പറേഷൻസ്? എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങളായിട്ടുണ്ടോ, ആര് എവിടെ എന്നുള്ളതിനൊക്കെ? ഇല്ല, അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇലക്ഷനിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരാത്തതുകൊണ്ട് അത് ഇച്ചിരി അതിന്റെ യൂഷ്വൽ പ്രോസസ് സമയമെടുത്ത് ചെയ്യും. നോട്ടിഫിക്കേഷൻ വന്നാൽ ഹറിബറിയായി പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ലെഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഷോർട്ട് ടൈം ഇതെല്ലാം പെട്ടെന്ന്. ശൈലജ ടീച്ചർ ഞാൻ ഈ ഇടയ്ക്ക് പറയുന്നത് കേട്ടു, നമുക്ക് അതില് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ ഈസി പ്രോസസ് ആണ്. സാർ, ഇത്രയും നാളത്തെ സാറിന്റെ രാഷ്ട്രീയ ജീവിതം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു സമൂഹത്തിന് വേണ്ടിയുള്ള ജീവിതം എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ശരിയായിരിക്കും എന്ന് തോന്നുന്നു. സാറിന് ഏറ്റവും സന്തോഷം തന്നൊരു കാര്യം, അതായത് ഇന്ന കാര്യം ഞാൻ അച്ചീവ് ചെയ്തതിൽ എനിക്ക്, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്ന് തോന്നിയ ഒരു കാര്യം പെട്ടെന്ന് മനസ്സിൽ വരുന്ന എടുത്ത് പറയാൻ പറഞ്ഞാൽ അതേതായിരിക്കും? ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതാണ്. അതായത് പെരുമ്പളം ദ്വീപ് ഒരു 12,000 പേര് മാത്രം താമസിക്കുന്ന ഒരു ദ്വീപാണ്. വള്ളം മാത്രമാണ്, അതിന്റെ ബോട്ട് മാത്രമാണ് അങ്ങോട്ടുള്ള യാത്രയ്ക്കുള്ള ഏക ആശ്രയം. ജങ്കാറും ഒക്കെ ഉള്ളൂ. ആ ദ്വീപ് നിവാസികൾ പാതിരാത്രി സന്ധ്യന്റെ ഒരു അസുഖം വന്നാൽ പെട്ടെന്ന് അവര് ഇപ്പുറത്ത് എത്തിച്ചാലേ വലിയ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാൻ പറ്റും. അതുപോലെ രാത്രി വരവും പോക്കെന്ന് വെച്ചാൽ ഈ കൊടുങ്കാറ്റും മഴയും ഒക്കെ വരുന്ന സമയങ്ങളുണ്ടല്ലോ, നമ്മുടെ കാലാവസ്ഥ വലിയ പ്രക്ഷുബ്ധമാകുന്ന സമയം. ആ സമയത്തൊക്കെ ബോട്ടാണെങ്കിലും വള്ളമാണെങ്കിലും ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത, അവരവിടെ പെട്ടുപോകും. ഇത്രയും ജനങ്ങൾ, 12,000 ജനങ്ങൾ ഒരു ദ്വീപിനകത്ത് തടവുകാരെ പോലെ കഴിയേണ്ട അവസ്ഥ ചില സന്ദർഭങ്ങൾ വരും. അവർക്ക് വേണ്ടി ഈ LDF സർക്കാരിന്റെ സഹായത്തോടുകൂടി സാറിന്റെ മുൻകൈയിൽ ഇപ്പോൾ 100 കോടി രൂപ മുടക്കി ഒരു പാലം പണി പൂർത്തീകരിച്ചത് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. മുഖ്യമന്ത്രി 3-ാം തീയതി തന്നിരുന്ന 7-ാം തീയതി ചെയ്യാൻ പോവാണ്. പിന്നെ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അവരുടെ 30-40 കൊല്ലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് തീരദേശ റെയിൽവേ പാത ഇരട്ടിപ്പിക്കൽ. അത് ഇങ്ങനെ പല ഘട്ടങ്ങളിലായി പൈസ അനുവദിക്കും, ലാപ്സായി പോവും, ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഭൂമി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് കൊടുത്താലേ ചെയ്യുമെന്ന റെയിൽവേയുടെ ഒരു വാശി ഉണ്ടായിരുന്നു. പോളിസി മാറ്ററാണ്, ഗവൺമെന്റിന്റെ പോളിസി മാറ്ററാണ്. ആ പോളിസി മാറ്റർ, അവരുടെ പോളിസി ലിഫ്റ്റ് ചെയ്ത് പൂർണ്ണമായി റെയിൽവേയുടെ ഓൺ ഫണ്ടിൽ ഈ പാത ഇരട്ടിപ്പിക്കാനുള്ള ഫണ്ട് അനുവദിപ്പിക്കുകയും അതിന്റെ ആദ്യഘട്ടം എറണാകുളം മുതൽ തുറവൂർ വരെയുള്ള നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനും കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണ് അക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പം MLA ആയിരുന്ന സമയത്ത് നമ്മളൊക്കെ ഈ MLA-മാരും ജനപ്രതികളുടെ എല്ലാം പ്രധാനപ്പെട്ട ജോലി എന്ന് വെച്ചാൽ മരണ വീട്ടിലും കല്യാണ വീട്ടിലും പോകുക എന്നുള്ള ഒരു പ്രധാന ജോലിയായി മാറി. എല്ലാ ദിവസവും. അപ്പൊ ഈ മരണ വീടുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഈ ചില വീടുകളിൽ നിന്നുള്ള കരച്ചിൽ കേൾക്കാം. ഒന്നല്ലേ അച്ഛൻ അല്ലെങ്കിൽ അമ്മ മരിച്ചാൽ ആ വീട്ടിലെ മറ്റുള്ളവരുടെ കരച്ചില്, ഇനി ഈ കുട്ടികളെ ആര് നോക്കും, ഇങ്ങനെ പഠിപ്പിക്കും. ഈ കരച്ചിൽ നമ്മുടെ മനസ്സിലിങ്ങനെ സ്ട്രൈക്ക് ചെയ്തിട്ടാണ് നിയമസഭയിൽ നിന്ന് UDF ഗവൺമെന്റ് കാലത്ത് ഞാൻ MLA ആയിരുന്നു. മുനീർ മിനിസ്റ്ററോട് ആണ്, അദ്ദേഹം സാമൂഹ്യക്ഷേമത്തിന്റെ ചുമതലയുള്ള മന്ത്രി. ഞാൻ നിയമസഭയിൽ സബ്മിഷൻ കൊണ്ടുവന്നു, ഇങ്ങനെ അച്ഛനോ അമ്മയോ മരിച്ചു പോകുന്ന കുട്ടികളുടെ പഠനം പൂർത്തിയാക്കാൻ പ്രതിമാസം ഒരു ചെറിയ സഹായം സർക്കാർ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു സബ്മിഷൻ അന്ന് കൊണ്ടുവന്നു.
അപ്പൊ ആ സബ്മിഷൻ ടൈമിൽ സർക്കാരിന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ലാതെ ഇപ്പൊ നിർവാഹമില്ല ആലോചിക്കാനെന്ന് പറഞ്ഞ് എനിക്ക് മറുപടി തന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വരുന്നു. ഡോക്ടർ എം കെ മുനീറിന്റെ വാപ്പ CH മുഹമ്മദ് കോയ മുൻ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം മരിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന്റെ MBBS പഠനം തുടരാൻ അന്ന് കരുണാകര മിനിസ്ട്രി പ്രതിമാസം 250 രൂപ അന്ന് ധനസഹായം കൊടുക്കാൻ തീരുമാനിച്ചിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. ഞാൻ ആ പോസ്റ്റിന്റെ പ്രിന്റ് എടുത്തിട്ട് നേരെ മുനീർ മിനിസ്റ്ററെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞ്, നിങ്ങളുടെ പഠനം പൂർത്തിയാക്കാൻ അന്ന് ഗവൺമെന്റ് നിങ്ങളെ സഹായിച്ചു, ഇന്ന് നിങ്ങൾ ഗവൺമെന്റ് ആയി, അപ്പൊ നിങ്ങൾ ഇത് തിരിച്ചു ചെയ്യേണ്ടത് ഇപ്പൊ മറ്റുള്ളവരോടാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അത് കൺവിൻസ്ഡ് ആയി. അദ്ദേഹം 500 രൂപ, 750 രൂപ, 1000 രൂപ പല ക്ലാസ്സുകളിലെയും കോളേജ് ലെവൽ വരെയുള്ള 1000, 1200 വരെയൊക്കെ ഒരു സ്ലാബ് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അതിന് സ്റ്റേറ്റ് തല ഇനോഗ്രേഷൻ അരൂരിൽ കൊണ്ടുവന്ന് എന്റെ കോൺസ്റ്റിറ്റ്യുവൻസി കൊണ്ടുവച്ച് നടത്തി. അന്ന് ബെന്യാമിൻ വന്നു, നമിത പ്രമോദ് ഉണ്ടായിരുന്നു. കളർഫുൾ ഫംഗ്ഷൻ അല്ല, പക്ഷെ ഒരു നല്ല ഫംഗ്ഷൻ, സെലിബ്രിറ്റി ഫംഗ്ഷൻ പോലെ. അപ്പോൾ മുനീർ അവിടെ പ്രസംഗിച്ചു. ഞാനിത് യഥാർത്ഥത്തിൽ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നതല്ല, പക്ഷെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് നിങ്ങളുടെ MLA ആണ് ആരിഫ്, അതുകൊണ്ടാണ് ഇവിടെ കൊണ്ട് 600 പേർക്ക് എന്റെ മണ്ഡലത്തിലുള്ളവർക്ക് അന്ന് ധനസഹായം കൊടുത്തു. അപ്പോ അതൊരു വലിയ ബെന്യാമിൻ പറഞ്ഞു, ഇതുപോലുള്ള നന്മ നക്ഷത്രങ്ങളാണ് രാഷ്ട്രീയത്തിന് വേണ്ടതെന്ന് പറഞ്ഞു. എന്നെ കുറിച്ചൊരു പങ്ക്തി മാധ്യമം പത്രത്തിനകത്ത് അദ്ദേഹം. അപ്പൊ അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഒരു അച്ചീവ്മെന്റ്. നമ്മൾ കൊണ്ട് മറ്റുള്ളവർക്ക്, നമ്മുടെയൊക്കെ പൊതുപ്രവർത്തനം കൊണ്ട് സമൂഹത്തിന് എന്ത് ഗുണം ഉണ്ടാകുന്നു എന്നുള്ള ചോദ്യത്തിനാണ് ഇത്തരത്തിലുള്ള ഇടപെടൽ കൊണ്ടുള്ള ഉത്തരം. സാധാരണ നമ്മൾ പാലങ്ങൾ, റോഡുകൾ ഇതെല്ലാം പല നൂറുകണക്കിന് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും അങ്ങേയറ്റം ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസം നേരിടുന്ന ഒരു ജനതയെ നമുക്ക് സഹായിക്കാൻ കഴിയുന്നതാണ് നമുക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെന്റ്. അതെ, നമ്മള് എപ്പോഴും സാമൂഹിക പ്രവർത്തനം എന്ന് പറയുമ്പോൾ ജനങ്ങളോടടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അല്ലാന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഇപ്പൊ പറഞ്ഞതുപോലെ ജനങ്ങളുടെ സങ്കടവും ഒക്കെ ചില സമയത്ത് നമ്മൾക്ക് നേരിട്ട് കാണേണ്ടി വരും. അപ്പോൾ അതുപോലുള്ള സങ്കടങ്ങൾ കണ്ടും അവർക്ക് വേണ്ടി പ്രയത്നിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുമ്പോഴും ചിലപ്പോഴെങ്കിലും ചില കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, അതായത് ശരിക്കും അത്രയും ഫണ്ട് ആവശ്യമായിരുന്നോ, ശരിക്കും അത്രയും എക്സ്പെൻസ് അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ മറുപക്ഷത്തു നിന്ന് വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ചില സമയത്തെങ്കിലും ഒരു വിഷമം തോന്നില്ലേ? പിന്നെ അങ്ങനെ തോന്നിയ പല ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോ ഉദാഹരണത്തിന് ഞാൻ ആദ്യം പറഞ്ഞ പെരുമ്പളം പാലം, ആ പെരുമ്പളം പാലം അതിന്റെ ഓർഡറിൽ പാണാവള്ളി പെരുമ്പളം പാലം എന്നാണ് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ പാണാവള്ളിയിൽ നിന്ന് പെരുമ്പളത്തിലേക്ക് 1400 മീറ്റർ ഉണ്ട് അതിന്റെ നീളം. ആകെ 100 കോടിയെ തരുത്തുള്ളൂ. പക്ഷെ ആ 1400 മീറ്റർ ചെയ്യാൻ പോയാൽ ഇനി 20 കോടി രൂപ കൂടെ അധികം വേണം. അത് തരത്തില്ല ഗവൺമെന്റ്. ഈ 100 കോടിക്കുള്ളിൽ ചെയ്യണം. അപ്പോ വേറൊരു മാർഗവും ഇല്ലാതെ വന്നപ്പോൾ നമ്മൾ നിലവിലുള്ള ജങ്കാർ സർവീസ്, ബോട്ട് സ്റ്റേഷൻ എല്ലാം നിലനിർത്തിക്കൊണ്ട് ഏറ്റവും വീതി കുറഞ്ഞ ഒരു സ്ഥലത്തേക്ക് നമ്മൾ നോക്കി ചെന്നപ്പോൾ വടുതല എന്ന് പറഞ്ഞ സ്ഥലത്ത് കിട്ടി. അത് അരുക്കുറ്റി പഞ്ചായത്ത്. അവിടെ നോക്കിയപ്പോൾ 1150 ഉള്ളു. ഈ പറഞ്ഞ എമൗണ്ടിനകത്ത് തുക തീരും. അങ്ങനെ അവിടത്തേക്ക് ഓർഡർ മാറ്റി വാങ്ങിച്ച് അവിടെ ഇതെടുത്തു. അങ്ങനെ അവിടെ പാലപ്പോൾ പണിത് അവിടെയാണ്. പക്ഷേ ഈ വടുതലയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് യഥാർത്ഥത്തിൽ എല്ലാ മതവിഭാഗങ്ങളും ഉണ്ട്. പക്ഷേ ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത് അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് കൂടുതൽ എന്ന്. വാസ്തവത്തിലായില്ല, പക്ഷെ ആണ് എന്ന് ധരിച്ചു വെച്ചുകൊണ്ട് ഇവിടെ മറ്റ് ഹൈന്ദവ സമുദായത്തിന് അവിടെ പണിയേണ്ട പാലം കൊണ്ടുപോയി മുസ്ലിം സമുദായത്തിന് കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞ് പ്രചരണം നടത്തുന്ന ചില ക്ഷുദ്രജീവികൾ. അതായത് എന്തിനും ഏതിനും വർഗീയതയും മതവും മതപരമായ ഭ്രാന്തും എല്ലാം കാണിക്കുന്ന കുറച്ച് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. അവരെ ഉണ്ടാക്കുന്ന മനോവിഷമം, ഇതിനൊക്കെ വേണ്ടി നടന്ന് ചെരിപ്പ് ചെയ്യുന്ന കണ്ടവരുടെ എല്ലാം വായിരിക്കുന്ന കേട്ട് ഉദ്യോഗസ്ഥരുടെ എല്ലാം പിന്നാലെ നടന്ന് ഇങ്ങനെയൊക്കെ ഇത് സ്ഥാപിച്ചു കൊണ്ടുവരുമ്പോൾ അവസാനം ഒരു സ്പ്ലിറ്റ് സെക്കൻഡിലാണ് നമ്മൾ വേദന അനുഭവിക്കുന്നത്. ചിലപ്പോ ഒരു ചോദ്യം, ഒരു വാക്ക് നമ്മൾ എത്രത്തോളം ഹേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോ എല്ലാ മതങ്ങളുടെയും എല്ലാ ചടങ്ങുകളിലും പോകുന്ന ആളാണ്. എല്ലാ ആരാധനാലയങ്ങളിലും പോയിട്ടുള്ള ആളാണ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ക്രൈസ്തവ ദേവാലയങ്ങൾ, ഇംഗ്ലണ്ടിലെ സെന്റ് പീറ്റേഴ്സ് ചർച്ചിൽ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മക്ക, മദീന ഞാൻ പോയിട്ടുണ്ട്. അതുപോലെ ഹൈന്ദവ ക്ഷേത്രങ്ങളിലെല്ലാം ഏകദേശം എല്ലാം, പിന്നെ ഹരിദ്വാർ, ഋഷികേശ് എല്ലാം ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ്. ഇങ്ങനെ എല്ലായിടത്തും പോകും. ശബരിമലയിൽ ഞാൻ പമ്പയിൽ നിന്ന് നടന്നു പോയിട്ടുള്ളതാണ്. പക്ഷെ ഇലക്ഷൻ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ ഓച്ചിറ അമ്പലത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു പൂജാരി, ഞങ്ങളുടെ ഒരു പാർട്ടിക്കാരനാണ്, അയാൾ ഓടി വന്ന് എനിക്ക് നെറ്റിയിൽ ചന്ദനം തൊട്ടു.
അതൊരു ഇലക്ഷനിൽ നെറ്റിയിൽ ചന്ദനം തൊട്ടോടുകൂടി ഞാൻ മുസ്ലിം അല്ലാതായി മാറി എന്നും പറഞ്ഞ് എന്റെ എതിരാളികൾ പ്രചരണം നടത്തുകയാണ് മുസ്ലിം ഗ്രൂപ്പുകളിൽ. അപ്പൊ ഇതൊക്കെ എന്തെങ്കിലും വേദന നമ്മളും എല്ലാ മതത്തിലും പെട്ട ആളുകൾ ഇപ്പൊ ഇവിടെ പൊങ്കാല ഇടുമ്പോ അവിടുത്തെ പാളയപ്പള്ളിയിലെ ഇമാമും മറ്റുള്ളവരും വന്നാണ് അവർക്ക് വെള്ളവും പിന്നെ തണ്ണിമത്തിനും ഒക്കെ കൊടുക്കുന്നത്. അപ്പുറത്തെ ക്രൈസ്തവ ദേവാലയം ഇങ്ങനെ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ ശബരിമലയിൽ നമ്മൾ പോകുമ്പോൾ അവർ സ്വാമി എടുത്ത് പോയിട്ടില്ലേ പിന്നെ അയ്യപ്പ സ്വാമി എടുത്തിട്ട് പോകുന്നത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സമൂഹത്തിൽ പോലും നമ്മുടെ ഓരോ നിലപാടുകളെയും വർഗീയമായി ചിത്രീകരിക്കുന്ന രൂപത്തിലുള്ള പ്രചരണങ്ങൾ, വർഗീയത മനുഷ്യനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഞാനാണെങ്കിൽ വല്ലാതെ വേദനിച്ചിട്ടുണ്ട്, അതിനെല്ലാം ഇരയായി തീർന്നിട്ടുമുണ്ട് ഒരർത്ഥത്തിൽ. അതെ, നമ്മുടെ നാട് ഇപ്പൊ നമ്മുടെ കേരളത്തിലെ കാര്യം എടുക്കുവാണെന്നുണ്ടെങ്കിലും ഓണം നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന ആൾക്കാരാണ്. അത് ഹിന്ദു മുസ്ലിം ക്രൈസ്തവർ എന്നുള്ളൊരു വ്യത്യാസമില്ലാണ്ട് ഓണം ഒരുമിച്ച് ആഘോഷിക്കുന്നു. ഓർക്കുന്ന ഒരു ഫേസ്ബുക്ക് പേജിലെ ഒരു കമന്റ് ആണ്, നമ്മുടെ പ്രസ് ക്ലബ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആയിരുന്ന ജസ്റ്റിസ് മാർക്കണ്ഡേ കട്ജു, അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു, ജസ്റ്റിസ് ആയിരുന്നു. അപ്പോൾ ആ ജസ്റ്റിസ് മാർക്കണ്ഡേ കട്ജു പറഞ്ഞു യഥാർത്ഥ ഇന്ത്യക്കാരൻ മലയാളിയാണെന്ന് പറഞ്ഞൊരു പോസ്റ്റ്. അപ്പോൾ ആ പോസ്റ്റിന്റെ അടിയിൽ, ഇയാൾക്ക് മലയാളമൊന്നും അറിയില്ല, ആ പോസ്റ്റിന്റെ അടിയിൽ സകല ആൾക്കാരും കൂടി അദ്ദേഹത്തിന്റെ തന്തയ്ക്കും വഴിക്കും ഒക്കെ തെറി വിളിച്ചുകൊണ്ട് ഇങ്ങനെ പോസ്റ്റ് ഇടുക. 10,000 തെറിയാണ് അദ്ദേഹത്തിന് വിളി വന്നുകൊണ്ടിരിക്കുന്നതിന്റെ അടിയിൽ. അതെല്ലാം വായിച്ചു നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു യഥാർത്ഥ ഇന്ത്യക്കാരൻ മലയാളിയാണ്. കാരണം മലയാളി ഓണം, ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും എല്ലാം ഓണം ആഘോഷിക്കുന്ന പോലെ ഒരു ആഘോഷം ഇന്ത്യയിൽ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് യഥാർത്ഥ ഇന്ത്യക്കാരൻ മലയാളിയാണെന്ന് പറയുന്നതാണ് ജസ്റ്റിസ് മാർക്കണ്ഡേ കട്ജുവിന്റെ പോസ്റ്റ്. അത് ഞാൻ ഇപ്പോഴും പ്രസംഗിക്കും. കാര്യം ഇതാണ് നമ്മുടെ നാട്, നമ്മുടെ നാടിന്റെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ പങ്കെടുത്തൊരു ചേരാപള്ളിയിലൊരു മുസ്ലിം പള്ളിയുടെ മുറ്റത്തൊരു ചടങ്ങാണ്, ഞാൻ MP ആയിരിക്കുമ്പോൾ. അത് AR റഹ്മാൻ പോസ്റ്റ് ചെയ്ത് മില്യൺസ് അത് കണ്ടതാണ്, അത് വൈറലായതാണ്. അതായത് വേറൊന്നുമല്ല, ആ പള്ളിയുടെ മുൻവശത്ത് ഒരു ഹൈന്ദവ കുടുംബത്തിലെ ഒരു അമ്മ മാത്രം, അമ്മയും മോളും മാത്രമേ ഉള്ളൂ. അപ്പൊ ആ അമ്മയുടെ മോള് പ്രായമായപ്പോഴത്തെ കല്യാണം കഴിച്ചു വിടാൻ പൈസയില്ല, ഒരു മാർഗവും ഇല്ല. അപ്പോൾ പലയിടത്തെ സമീപിച്ചിട്ട് എല്ലാവരും കുറച്ചൊക്കെ തരുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അവർ പള്ളി കമ്മിറ്റിക്ക് ഒരു അപേക്ഷ വെച്ചു, മോള് പ്രായമായി കെട്ടിച്ചു വിടണം, സഹായിക്കണമെന്ന് പറഞ്ഞു. എല്ലാവരും കൊടുത്ത പോലെ ഒരു അപേക്ഷ പള്ളിക്ക് കൊടുത്തു. പള്ളി കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വരനെ കണ്ടുപിടിച്ചോളൂ, അവർക്ക് എന്താണ് കൊടുക്കേണ്ടതെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ അത് കൊടുക്കാം. എന്നാൽ പള്ളി കമ്മിറ്റി ഫുൾ മുസ്ലിം കമ്മിറ്റിയാണ്, അത് പള്ളി കമ്മിറ്റി അവർ കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ സമയം മുഹൂർത്തം നോക്കിയപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അവിടെ ഒരു ഓഡിറ്റോറിയം ഇല്ല, ഇവർക്കാകെ 3 സെന്റ് സ്ഥലമേ ഉള്ളൂ, ഇവിടെ ഒരു പന്തൽ പോലും ഇടാൻ പറ്റത്തില്ല. അപ്പോ പള്ളിമുറ്റത്ത് പന്തലിടാൻ സമ്മതിച്ചു. പള്ളിമുറ്റത്ത് വലിയ വാർത്തയായിരുന്നു. പള്ളിമുറ്റത്ത് പന്തലിട്ടപ്പോൾ ഒരു പ്രശ്നം, ഉച്ചയ്ക്കുള്ള ബാങ്ക് വിളിയുടെ സമയം, ലോഹർ ബാങ്ക് വിളിക്കുന്ന സമയമാണ് ഈ മുഹൂർത്തം ഈ ജോത്സ്യം കുറിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോ ആ സമയത്താണ് ഈ പെണ്ണിന്റെ കാര്യത്തിൽ താലിയും കെട്ടേണ്ടത്. 2 സമയം ഒരുമിച്ച് വന്നു. അതിന്റെ ഏറ്റവും നല്ല രസകരമായ ഒന്നെന്ന് പറഞ്ഞാൽ, ഒരു ഭാഗത്ത് ബാങ്ക് വിളിക്കുമ്പോൾ മറുഭാഗത്ത് ഈ താലി കെട്ടുന്ന സമയത്തുള്ള ഒരു പ്രത്യേക മേളം ഉണ്ടല്ലോ, ആ മേളവും ഈ ബാങ്ക് വിളിയും തമ്മിൽ ഇങ്ങനെ ലയിച്ചു ചേരുന്ന ഒരു അവസ്ഥ ഞാൻ സാക്ഷിയാണ്. ഇത് കണ്ടിട്ട് AR റഹ്മാൻ പോസ്റ്റ് ഇട്ടു, ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. കേരള സ്റ്റോറി ഇതാണ് ലോകം മനസ്സിലായി മാതൃകയാക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു അതാണ് നമ്മുടെ നാട്. പക്ഷെ ആ നാടിനെ അനുദിനം എന്താ പറയാ, വർഗീയ ശക്തികൾ അനുദിനം ഇതിന്റെ ബെനിഫിറ്റ് വോട്ടാക്കി മാറ്റാൻ വേണ്ടി ആളുകളെ വല്ലാതെ മതപരമായി വിഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി അതിലേക്കായിരുന്നു സർ സംസാരിച്ച് വരുന്നതും അതിലേക്കായിരുന്നു. കാര്യം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളിപ്പോ തെയ്യത്തിന്റെ കാലം സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ കാണുന്നുണ്ട് മുത്തപ്പൻ പള്ളികളിൽ പോയിട്ട്, അതായത് മുസ്ലിം ദേവാലയങ്ങളിൽ പോയിട്ട് അവിടെയുള്ള ആൾക്കാരെ മുത്തപ്പൻ അനുഗ്രഹിച്ചിട്ട് പോകുന്നുണ്ട്. അത് വളരെ ഹാർട്ട്ഫുള്ളിയാണ് അവിടെയുള്ള ആൾക്കാരെ റിസീവ് ചെയ്യുന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഓണം ഒരുമിച്ച് ആഘോഷിക്കുന്നു, ക്രിസ്മസ് ഒരുമിച്ച് ആഘോഷിക്കുന്നു, ഈ ഈദായിക്കോട്ടെ റംസാൻ ആയിക്കോട്ടെ, അതെല്ലാം നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു. എന്തിനു പറയുന്നു, നമ്മളിപ്പോ ലേറ്റസ്റ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച ഒരു പൂച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മെട്രോയുടെ പണി പോലും നിർത്തിവെച്ച് നമ്മൾ അതിന്റെ ജീവന് പോലും ഇമ്പോർട്ടൻസ് കൊടുത്തതിനെ രക്ഷിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ നിൽക്കുന്ന നമ്മുടെ നാടിനെ പറ്റിയിട്ട് കേരള സ്റ്റോറി പോലൊരു സ്റ്റോറി, അതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് വന്നു. അതിൽ നമ്മൾ വളരെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം, വളരെ വലിയൊരു സംഖ്യയൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു. പിന്നെ കോടതി ഇടപെട്ടു, അവർ ഡിസ്ക്ലെയിമർ ഇട്ട് അതിനെ കുറച്ചൊന്നും മാറ്റി. ഇപ്പൊ നോക്കുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധിച്ച് ബീഫ് കഴിക്കുന്നു, അതിന്റെ തലക്കെട്ടാണെങ്കിൽ കേരള സ്റ്റോറി 2 എന്നുള്ളതും. സർ ഇതിനെ എങ്ങനെയാ നോക്കി കാണുന്നത്? നമ്മൾ ഈ വെറുപ്പ്, വിദ്വേഷം, മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി
അത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ടേംസ് സമീപകാലത്ത് വന്നിട്ടുണ്ട്. അതൊരു മുസ്ലിം ഹൈന്ദവ വിരോധം സൃഷ്ടിച്ചെടുത്താൽ മാത്രമാണ് ഈ പോളറൈസേഷൻ, ധ്രുവീകരണം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഹിന്ദു ധ്രുവീകരണം ഹിന്ദു വോട്ടാക്കി മാറ്റുക, മുസ്ലിം ധ്രുവീകരണം മുസ്ലിം വോട്ടാക്കി മാറ്റുക. ഈ മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളുണ്ട്, തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുണ്ട്, അതുപോലെ തന്നെ യാഥാസ്ഥിക മുസ്ലിം സംഘടനകളുണ്ട്. ഇവ രണ്ടുപേരും യാഥാസ്ഥികത്വവും തീവ്രവാദവും വേറെ രൂപത്തിൽ പറഞ്ഞു പ്രചരിപ്പിച്ച് അവരുടെ സ്വാധീനം നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ ഹൈന്ദവ സമൂഹത്തിനിടയിലും ഇത്തരത്തിലുള്ള തീവ്രവാദി ഗ്രൂപ്പുകളും അതുപോലെ യാഥാസ്ഥിക ഹൈന്ദവ ഗ്രൂപ്പുകളും ഇങ്ങനെ ആളുകളെ പറഞ്ഞ് തെറ്റിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ക്രൈസ്തവ ഇടയിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള തീവ്രവാദ അല്ലെങ്കിൽ കുറച്ചുകൂടി പിന്നെ യാഥാസ്ഥിക മതബോധം അവരുടെ ഇടയിലും കുത്തിവെച്ചുകൊണ്ട് അവരെയും ഒരു ടീം ഇപ്പോൾ കൈയടക്കിയിട്ടുണ്ട്. അതിന്റെ പേര് കാസ എന്ന് പറയുന്ന സംഘടനയാണ്. മറ്റ് RSS, ഇവിടെ SDPI, ജമാഅത്ത് ഇസ്ലാമി, ഇങ്ങനെയുള്ള സംഘടനകളുടെ പേരുകൾ കൊണ്ടുണ്ട്. അതെല്ലാം ഉണ്ടാക്കുമ്പോൾ ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഇവരുടേതായ ഒരു ലോകം ഉണ്ടാക്കാൻ വേണ്ടി അവര് ആ മതത്തിൽ വിട്ട ആളുകളെ വല്ലാതെ മറ്റു മതങ്ങളോടുള്ള വിദ്വേഷം ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ലവ് ജിഹാദ് എന്ന വാക്ക് വരുന്നത്. ഇപ്പോ മുനമ്പത്തെ ഒരു പ്രശ്നം ഉയർന്നു വന്നു. അതിപ്പോ കോടതി ഇടപെട്ട് ഗവൺമെന്റ് ഇടപെട്ട് പരിഹരിച്ചു. അത് നിയമപരമായ ഒരു പ്രശ്നമാണ്. ആ നിയമപ്രശ്നം ഒരു ഇലയ്ക്ക് മുള്ളും കേടില്ലാതെ ഒരു അത് സംബന്ധിച്ച് വസ്തുതാപരമായി അന്വേഷിക്കാൻ വേണ്ടി ഒരു ഹൈക്കോടതി ജഡ്ജിയെ തന്നെ വെച്ച് അദ്ദേഹത്തിന്റെയൊക്കെ പ്രപ്പോസലും എല്ലാം കൂടെ വന്നൊരു സെറ്റിലായി. പക്ഷെ ആ സമയത്ത് ഉയർന്നു വന്ന ഒരു പേര് ലാൻഡ് ജിഹാദ്. ഇപ്പോ പിന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൽ എല്ലാ മതക്കാരും ഉണ്ട്. അതില് ഇസ്ലാമെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഒന്നുമില്ല, എല്ലാ മതത്തിലും പെട്ട ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. നർക്കോട്ടിക് ജിഹാദ് ഏത് ഇങ്ങനെ ഓരോന്നിനും ഓരോ ഈ ജിഹാദ് എന്ന പ്രയോഗം എന്നുണ്ട്. ഒരു പുഞ്ചിരി പോലും ഒരു ജിഹാദ് എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. നമ്മള് ഈ സ്നേഹവും യുദ്ധവും എല്ലാം ഒക്കെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം പരസ്പര ബന്ധിതമാണ്, വാക്കുകളും ഭാഷകളും ഇല്ല. പക്ഷെ നമ്മൾ ഒരാളെ കീഴ്പ്പെടുത്താൻ നമുക്കൊരു പുഞ്ചിരി കൊണ്ട് പറ്റുമെങ്കിൽ അതൊരു വലിയ ജിഹാദാണ്. അതെ അതെ, ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നോളജിൽ ഞാൻ എൻ്റെ നോർത്ത് ഇന്ത്യൻ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ശരിക്കുള്ള കേരളത്തിനെ അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഇതല്ല കേരളം നിങ്ങൾ കേൾക്കുന്നതോ കാണുന്നതോ. കാരണം അവർ കാണുന്ന ന്യൂസ് ആയിക്കോട്ടെ, മീഡിയ റിപ്പോർട്ട്സ് എല്ലാം കേരളം ഒരു വളരെ ഭീകര അന്തരീക്ഷമുള്ള ഒരു സ്ഥലമായിട്ടാണ് അവർ കാണുന്നത്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുള്ള, തമ്മിൽ തല്ലുന്ന, ഈ പറഞ്ഞ പോലെ ജിഹാദികളുള്ള, ഇവിടെ ഒരു പ്രത്യേക ജില്ല പോലുമുണ്ട്, മലപ്പുറം എന്ന് പറയുന്ന ജില്ല. അവിടെ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന ആ ജില്ലയുടെ മുന്നിൽ എന്താണ്, അത് ഏത് സ്ഥലം എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ട മലപ്പുറം അല്ല. ഞാൻ കണ്ട മലപ്പുറം എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ഒരു പറ്റ മനുഷ്യർ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോ അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്. ഇവിടെ അത് ഏതർത്ഥത്തിലായാലും ഏത് കോണ്ടെക്സ്റ്റിലായാലും ഇപ്പോ കുംഭമേള നടന്നല്ലോ, തിരുനാവായി പൊന്നാനി നമ്മുടെ മലപ്പുറം ജില്ലയിലാണല്ലോ. ആ കുംഭമേളയിൽ ഏതാണ്ട് അതിന്റെ സംഘാടകർ പറയുന്നത് 10-20-30 ലക്ഷം വിശ്വാസികൾ അവിടെ വന്നുപോയി എന്നാണ്. ഒരാൾക്ക് ഒരു പരാതി ആ കുംഭമേളയുമായി ബന്ധപ്പെട്ട് അവിടെ ഏതെങ്കിലും തരത്തിലൊരു വിദ്വേഷത്തിന് അവസരമുണ്ടായതായി വന്നവരോ പോയവരോ സംഘടിപ്പിച്ചവരോ പറഞ്ഞില്ലെന്ന് മാത്രമല്ല, എല്ലാ മതക്കാരും ഞങ്ങളെ സഹായിച്ചു. ഞാനൊരു മുഖ്യ സംഘാടകനെ ജയന്തൻ ചേട്ടൻ കഴിഞ്ഞ ദിവസം കണ്ടു. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ മുസ്ലിങ്ങൾ അവരുടെ സ്ഥലം വിട്ടു തന്നു, വെള്ളം കൊടുക്കാൻ വീടുകൾ തുറന്നിട്ട് തന്നു. ഇങ്ങനെ മുസ്ലിങ്ങൾ നന്നായി സഹകരിച്ച നാടായിരുന്നു കുംഭമേള പോലും. അത് ആദ്യമായി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി. വലിയ തോതിൽ ആ കുംഭമേളയെ ആശങ്കയോടുകൂടി സമീപിക്കാനുള്ള ദുഷ്പ്രചരണങ്ങൾ പലരും നടത്തിയെങ്കിലും അതിനെല്ലാം എല്ലാ മതക്കാരും ചേർന്ന് പരാജയപ്പെടുത്തുക ചെയ്തത്, അതിന് സ്വീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള ഏതും ആയിക്കോട്ടെ, നമ്മുടെ നാട്ടിൽ വിശ്വാസികൾക്ക് ഒന്നിക്കാൻ ഏത് സ്ഥലവും അവർക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പം മരാമൻ കൺവെൻഷൻ നടക്കുന്നില്ലേ വർഷങ്ങളായിട്ട്, ക്രൈസ്തവരെല്ലാം കൂടെ ഒന്നിച്ചല്ലേ നടത്തുന്നത്, വല്ല കുഴപ്പമുണ്ടോ? മുസ്ലിങ്ങളേതാകുന്ന ഏതെല്ലാം ആഘോഷങ്ങൾ ഒന്നിച്ച് നടത്തുന്നുണ്ട്, വല്ല കുഴപ്പമുണ്ടോ? അപ്പൊ ഇതൊക്കെ വെറുതെ ആളുകൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള അപവാദങ്ങൾ പറഞ്ഞ് ഈ മുസ്ലിങ്ങളെ ഇവിടെ കേരളം മറ്റൊരു തരത്തിലുള്ള നാടാണ് എന്ന് പറഞ്ഞ് ആളുകളെ പറഞ്ഞ് ധരിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ ശബരിമലയിൽ ഇപ്പൊ എത്ര കോടി ആളാ വന്നത്? ഒരു വിധത്തിലുള്ള എന്തെങ്കിലും ഒരു സംഭവം ഓരോ വർഷങ്ങളായി വരുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. നമ്മൾ നാട്ടിലെ എല്ലാ മതക്കാരെയും ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികമായ നല്ല മനുഷ്യരുടെ, നന്മയുള്ള മനുഷ്യർ ഉള്ള നാടാണ് കേരളം.
ആ കേരളത്തിലാണ് മനുഷ്യരെ തമ്മിലടിപ്പിക്കാനുള്ള കുറേ പരിശ്രമങ്ങൾ കുറച്ച് നാളായി ഈ വർഗീയ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് നമുക്ക് വലിയൊരളവിൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അല്പം അതിനകത്തൊക്കെ വെള്ളം ചേരൽ വന്നു തുടങ്ങി. ഇപ്പം ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ പറയാറുള്ള കാര്യമാണ്, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഈ പോലീസ് ക്വാർട്ടേഴ്സിൽ, എൻ്റെ ഫാദർ പോലീസിലായിരുന്നു, പോലീസ് ക്വാർട്ടേഴ്സിലാണ് താമസിച്ചു, കൂടി പങ്കു ഏറിയ പങ്കു. അപ്പോൾ തൊട്ടടുത്തുള്ള ക്വാർട്ടേഴ്സുകളിലെല്ലാം പല മതക്കാരാണ് താമസിക്കുന്നത്. അപ്പോൾ ആ മതക്കാർ ഇവിടെ വരുമ്പോൾ ക്വാർട്ടേഴ്സുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മതിൽ കെട്ടി തിരിച്ചിട്ടൊന്നുമില്ല. അപ്പം ഇവിടെ നമ്മുടെ വീട്ടിൽ പഞ്ചസാര തീർന്നു പോയാൽ, തേയില തീർന്നു പോയാൽ അപ്പുറത്ത് വിളിച്ചു പോയി. ഇവിടെ ഒരു വിരുന്നുകാരൻ വന്നു നമ്മുടെ കറിയൊന്നും ആയിട്ടില്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ കറി മേടിക്കും. നമ്മളിപ്പോൾ രാവിലെ സ്കൂളിൽ പോകാൻ തയ്യാറാക്കുമ്പോൾ വീട്ടിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രാതലൊന്നും തയ്യാറായിട്ടില്ലെങ്കിൽ നീ ആ ജോജാം ചേച്ചിയുടെ വീട്ടിൽ പോയി കഴിച്ചിട്ട് പോടാന്ന് പറയും. അല്ലെങ്കിൽ തങ്കം ചേച്ചിയുടെ വീട് അങ്ങനെ പോകാൻ പറയും. അപ്പം അവരുടെ അതും ഇങ്ങോട്ടും അതുപോലെയാണ്. അപ്പം ചുരുക്കി പറയാമെങ്കിൽ നമ്മൾ ക്രിസ്മസ് വന്നാൽ കേക്ക് മുറിച്ചാൽ എല്ലാവർക്കും കൊടുക്കും. അതെ, എല്ലാവർക്കും കേക്ക് വൈനും ഒക്കെ കൊടുക്കും. വൈൻ കൊടുക്കുന്നവർക്ക്, കുടിക്കുന്നവർക്ക് കൊടുക്കും, ഇല്ലെങ്കിൽ കേക്ക് കൊടുക്കും. അതുപോലെ വിഷുവിന് പായസം വിളമ്പിയ വെച്ചാൽ എല്ലാ വീടുകളിലും കൊടുക്കും. റംസാന് ഇവിടെ നോമ്പ് മുറിക്കുമ്പോൾ ആ നോമ്പ് മുറിക്കുമ്പോൾ പത്തിരി ഇറച്ചിയും കൊടുക്കും. കൂട്ട ഇഫ്താർ സംഗമങ്ങളുണ്ട്. ആ സംഗമങ്ങളിൽ എല്ലാവരും വന്നിരുന്ന് അതിന്റെ ചട്ടവട്ടങ്ങളനുസരിച്ച് അതിൽ പങ്കുകാരാവും. ഇങ്ങനെയൊക്കെയുള്ള ഒരു നാടിനെയാണ് പുറത്തേക്ക് വികൃതമായി ചിത്രീകരിക്കുന്നത്. വാസ്തവത്തിൽ അതിനെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എതിർക്കാനും തയ്യാറായില്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ മോശക്കാരായി അടയാളപ്പെടും. അതെ, ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന 2 പുസ്തകങ്ങളുണ്ട് സാർ. ഇത് പ്രേക്ഷകർ അറിയാൻ വേണ്ടി ഞാൻ പറയാണ്. ഇത് സാറ് ഒരുപാട് സ്നേഹത്തോടു കൂടി എനിക്ക് സമ്മാനിച്ച, സാറിന്റെ വിത്ത് ഓട്ടോഗ്രാഫ് എനിക്ക് സമ്മാനിച്ച 2 പുസ്തകങ്ങളാണ്. ഒന്ന് കനൽ എന്നുള്ളത്, 2 സാറിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ പ്രസംഗങ്ങളും മാധ്യമ ഇടപെടലുകളും എന്ന് പറഞ്ഞിട്ടുള്ള 2 പുസ്തകങ്ങൾ. ഈ പുസ്തകങ്ങളെ പറ്റി പറയാമോ സാർ? ഇതിലൊരു പുസ്തകത്തിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം മമ്മൂക്കയാണ് അല്ലെ? ഈ പുസ്തകങ്ങളെ പറ്റിയിട്ടൊന്ന് പറയാമോ സാർ? അതായത് എനിക്ക് ചെറുപ്പം മുതലേ ഞാൻ നന്നായി വായിക്കുമായിരുന്നു. വായിക്കുന്നതിൽ നിന്ന് എനിക്ക് കിട്ടിയ പ്രചോദനം എഴുത്തിലേക്ക് വന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ തെരഞ്ഞെടുപ്പിലെ ഈ തെരുവുനാടകങ്ങൾ എഴുതും, ഓട്ടംതുള്ളൽ, അതുപോലെ തന്നെ പാട്ടുകൾ, ഇതെല്ലാം എഴുതും. അത് ലേഖനങ്ങളെല്ലാം പണ്ട് മുതലേ എഴുതുമായിരുന്നു, വളരെ ചെറുപ്പത്തിലെ തന്നെ. ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ലേഖനങ്ങൾ എഴുതി കലാകൗമുദിയൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ എഴുത്തിന്റെ അസുഖം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉള്ളത് കൊണ്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നതെല്ലാം പല പ്രസിദ്ധീകരണങ്ങളിൽ പ്രസിദ്ധീകരിച്ചു വന്നു. അതിനകത്ത് ഇപ്പൊ ഞാൻ ഫസ്റ്റ് മമ്മൂക്ക അവതാരിക എഴുതി. മമ്മൂക്ക തന്നെ അദ്ദേഹത്തിന്റെ അധ്യാപകനായ സാനുമാഷിന് കൊടുത്ത് പ്രസിദ്ധീകരിച്ചാണ് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ചുവന്ന ബുക്ക്. അപ്പൊ ആ ബുക്കിനകത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഉണ്ട്, പട്ടി മുതൽ പട്ടി വരെ, മനോരമ പ്രസിദ്ധീകരിച്ചാണ്. എഡിറ്റോറിയൽ പേജിൽ പ്രസിദ്ധീകരിച്ച ലേഖനമാണ്. അത് ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ എഴുതിയതാണ്. കാര്യം വെച്ചാല് PS കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ജവാൻ ഒരു അപകടത്തിൽ മരിച്ചിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. മുഖ്യമന്ത്രി പോകാൻ 1-2 ദിവസം വൈകി. അപ്പോ മാധ്യമങ്ങളിൽ ഇദ്ദേഹം പോയപ്പോൾ അതായത് സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ അച്ഛന് മുഖ്യമന്ത്രി വൈകി വന്നതിനോടൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു. അദ്ദേഹം എന്തോ ഇദ്ദേഹത്തോട് സംസാരിച്ചു, ആരും കേട്ടില്ല. എന്താണ് പറഞ്ഞതെന്ന് അറിയാൻ പാടില്ല, പക്ഷെ പറഞ്ഞത് പുള്ളിയുടെ അനിഷ്ടമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി. PS ഒരക്ഷരം മിണ്ടയില്ല, പുറത്തേക്ക് വന്നു. വീട്ടിലെ സന്ദർശനവും കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. മാധ്യമങ്ങളെല്ലാം കൂടി വട്ടം കൂടിയപ്പോൾ VS-നോട് എന്താണ് അദ്ദേഹം ഇങ്ങനെ കയർത്ത് സംസാരിച്ചതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ VS അതിന് മറുപടി പറഞ്ഞില്ല, പകരം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. അതായത് അത് സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ വീടായത് കൊണ്ടാണ് ഞാൻ പോയത്, അല്ലെങ്കിൽ ഏത് പട്ടി പോകുമായിരുന്നു എന്ന് പുള്ളി ചോദിച്ചു. അപ്പോ ചാനലുകളെല്ലാം കൂടി 3 ദിവസത്തെ ചർച്ചയ്ക്കുള്ള ഒരു വിഭവം കിട്ടിയ സന്തോഷത്തില് ഇതങ്ങോട്ട് വലിയ ചർച്ചയാക്കി. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഈ പട്ടിയെക്കുറിച്ച് നമ്മൾ ഒരു ദിവസം എത്ര തവണ പട്ടിയെ കൂട്ടുപിടിച്ച് വർത്തമാനം പറയും എന്നുള്ള ഞാനൊന്ന് നോക്കി. ഇപ്പോ എന്നെ അന്വേഷിച്ച് നിങ്ങൾ വന്ന്, ഞാൻ എവിടെയെങ്കിലും ഇല്ല, വിജനമായ സ്ഥലത്ത് ഉപമിക്കാൻ നമ്മൾ പറയും, അവിടെ പോയിട്ടൊരു പട്ടിയും കണ്ടില്ല. പട്ടിയുടെ വാല് 12 വരും, നന്നാകാത്ത മനുഷ്യ കുഴലിട്ടാലും അത് നേരെയാവത്തില്ല.
ഇരിക്കേണ്ടവൻ ഇരിക്കേണ്ടടുത്ത് ഇരുന്നില്ലെങ്കിൽ പട്ടി പട്ടിയായിരിക്കും. പട്ടി പട്ടി വെള്ളം കുടിക്കില്ല. കുരച്ചാൽ പട്ടി പഠിപ്പുര ഉറക്കുമോ? അതെ, പട്ടി പോലും വെള്ളം കുടിക്കില്ല എന്നൊക്കെ പറയും. പട്ടി പോലും വെള്ളം കുടിക്കില്ല. നായ നടുകടൽ ഇപ്പൊ എല്ലാം വരുന്ന മനസ്സിലായി. ഇങ്ങനെ ആവറേജ് ഒരു 40 തവണ നമ്മള് വർത്തമാനം, ഞാൻ ആ ആർട്ടിക്കിളിൽ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ കൂട്ടുപിടിച്ച് വർത്തമാനം പറയും. പക്ഷേ ഒരു വിവാദം വന്നപ്പോൾ നന്ദിയില്ലാത്ത മനുഷ്യനാണ് എന്ന് പട്ടി തിരിച്ചറിയുകയാണ്. കാര്യം പട്ടിയെ കൈവിട്ടു, പട്ടിയെ ചേർത്ത് വർത്തമാനം പറഞ്ഞതിനാണല്ലോ ഈ വിവാദം മുഴുവൻ ഉണ്ടാക്കിയത്. അപ്പം മനുഷ്യന് നന്ദിയില്ല എന്ന് പട്ടി തിരിച്ചറിയുന്നതാണ് ആ ആർട്ടിക്കിളിന്റെ സാരാംശം. VS അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. VS എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തന്റെ ലേഖനം വളരെ 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 നന്നായിട്ടുണ്ട്. അതായിരുന്നു ഒരുപാട് പേര് വായിച്ചെനിക്ക് വലിയ അപ്രീസിയേഷൻ തന്നാണ് ഒരു ആർട്ടിക്കിള്. അങ്ങനെ ചില ആർട്ടിക്കിളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലുള്ള കുറെ ലേഖനങ്ങൾ, പൊളിറ്റിക്കൽ ലേഖനങ്ങളാണ് കൂടുതലും. പിന്നെ കവിത എഴുതിയിട്ടുണ്ട്. കവിത എഴുതിയത് ഒരു കലാകുമുദി 2 കവിതകൾ എൻ്റെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരു കവിത നമ്മൾ ഈ ശ്രീനാരായണ ഗുരുവാണ് മറ്റെല്ലാ മതങ്ങളെയും കുറിച്ച് നന്നായി ആഴത്തിൽ പഠിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒറ്റ വാക്കുകൊണ്ട് എല്ലാ മതങ്ങളെയും പുള്ളി നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. പല മതസാരവും ഏകം, പല മതസാരവും ഏകം, എല്ലാ മതത്തിന്റെയും സാരാംശം ഒന്ന് തന്നെയാണ് എന്ന് ഖുറാനും ബൈബിളും ഗീതയും എല്ലാം ആഴത്തിൽ പഠിച്ചിട്ട് സംസ്കൃതം മുഴുവൻ പഠിച്ചിട്ട് പുള്ളിക്ക് തോന്നിയ ഒരു ആശയമാണ് പല മത സാരവും ഏകം. ഇലക്ഷൻ വരികയാണ്, എന്തൊക്കെയാണ് പ്രതീക്ഷ, അല്ലെങ്കിൽ എന്താണ് താങ്കളുടെ മനസ്സിലുള്ളത്? ഇലക്ഷൻ ഞാനിപ്പോ 3 തവണ MLA ആയി, 1 തവണ പാർലമെന്റ് മെമ്പറായി, 1 തവണ കൂടെ മത്സരിച്ചെങ്കിലും ജാതീയമായ ചില പോളറൈസേഷൻ എന്നെ പരാജയപ്പെടുത്തി. ഞാൻ ആക്റ്റീവായി പാർട്ടി ഒന്ന ചുമതല നന്നായി ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ഡല സെക്രട്ടറിയാണ് ചേർത്തല നിയോജക മണ്ഡലത്തിന്റെ. ഇനി പാർട്ടി തന്ന ചുമതല വഹിക്കുന്നു, പാർട്ടി എന്ത് ചുമതല തരുന്നു അതനുസരിച്ച് ചെയ്യും എന്നല്ലാതെ LDF ഗവൺമെന്റിനെ വീണ്ടും അധികാരത്തിലെത്തിക്കുക എന്നതിന് എന്നാലാകാവുന്ന എല്ലാ കാര്യങ്ങളും, അത് ആശയങ്ങളുടെ പ്രചരണങ്ങളായാലും അതുപോലെ കലാപരമായ ഇടപെടലുകളായാലും എല്ലാം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് തുറന്ന് പറയും, പാർട്ടി എന്ത് ചുമതല തരുന്നു അത് ഭംഗിയായി ചെയ്യുക, അതാണ് എനിക്കറിയാം. നമ്മളിപ്പോ കഴിഞ്ഞ ഒരു 10 വർഷത്തെ നമ്മുടെ നാട്ടിൽ ഉണ്ടായ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വികസനത്തിനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മേഖലയിലും, ഇപ്പോൾ ടൂറിസം ആയിക്കോട്ടെ, നമ്മുടെ റോഡ് വികസനം, ഹൈവേ, പാലങ്ങള്, എഡ്യൂക്കേഷണൽ സെക്ടറിലായിക്കോട്ടെ, ഹോസ്പിറ്റാലിറ്റിയിലായിക്കോട്ടെ, എല്ലായിടത്തും ഉണ്ടായ ഒരു മാറ്റമുണ്ട്. ഇപ്പോൾ ഒരു 5-6 വർഷം നമ്മൾ കേരളത്തിൽ നിന്ന് മാറി നിന്ന് തിരിച്ച് നമ്മുടെ നാട്ടിൽ വരുമ്പോഴാണ്, ഞാൻ അങ്ങനെ നിന്നൊരാളാണ്, തിരിച്ച് നമ്മുടെ നാട്ടിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, അയ്യോ നമ്മുടെ നാട് മാറിയിരിക്കുന്നു എന്നുള്ളത്. നമ്മുടെ നാടിൻ്റെ ഒരു ഔട്ട്ലുക്കും ഒക്കെ മാറുന്നുണ്ട്. ഇനി അടുത്തൊരു 5 വർഷം ഈ നമ്മുടെ LDF ഭരണത്തിൽ വന്നാൽ എന്തൊക്കെയായിരിക്കാം സാറിന്റെ അഭിപ്രായത്തിൽ? അല്ലാതെ അതായത് അടുത്ത ഒരു ടാർഗറ്റ്, അല്ലെങ്കിൽ ഇതൊക്കെ ആയിരിക്കാം നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഏരിയാസ്, അങ്ങനെ ഒരു കാര്യം? ഒന്നാമത്തെ കാര്യം, ഇപ്പൊ നമ്മള് ഈ ചെയ്തതിന്റെ ഒരു നല്ല റിസൾട്ട് വരാൻ പോവാണ്. ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നത് ഇന്റർനാഷണൽ പോർട്ടിന്റെ വിഴിഞ്ഞം പോർട്ട്. അത് നമ്മുടെ വലിയ ഇൻകം സോഴ്സ് നമുക്ക് വലുതായിട്ട് വർദ്ധിപ്പിക്കും. ഈ ദേശീയപാത പൂർത്തീകരിക്കപ്പെടുന്നതോടുകൂടി ധാരാളം ഇൻവെസ്റ്റേഴ്സ് വരും. അവർ വരും നോക്കുന്നത്, ഇപ്പൊ നിസാൻ പോലുള്ള കാർ കമ്പനികൾ, അതുപോലെ ധാരാളം ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അവരെല്ലാം വരാൻ, ഐഫോൺ, അതുപോലെ തന്നെ സാംസങ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം അവരെല്ലാം വന്ന് നമ്മുടെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങണമെങ്കിൽ സീപോർട്ട്, എയർപോർട്ട്, റോഡ് കണക്ടിവിറ്റി, ഇതൊക്കെ അവർ നോക്കുന്നത്. അതുപോലെ ആവശ്യത്തിനുള്ള എനർജി, ഇതെല്ലാം നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പണ്ടത്തെ പോലെ തൊഴിൽ സംരംഭങ്ങളൊന്നും ഇപ്പൊ കേരളത്തിൽ ആരെങ്കിലും ഇല്ല, അതേ ഇല്ല. എല്ലാം മനസ്സിലായി, അതൊന്നും ഇല്ല ഇപ്പോ. ഇപ്പൊ എല്ലാവരും നല്ലവണ്ണം ലേബർ യൂണിയനുകളെല്ലാം നന്നായി സഹകരിക്കുക. അപ്പൊ ആ തരത്തിലുള്ള ഇഷ്യൂസ് എല്ലാം മാറി ഇനി നമുക്ക് വരേണ്ടത്, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ തന്നെ ചെറുപ്പക്കാർ, പഠിച്ചു പുറത്തു വരുന്ന ചെറുപ്പക്കാരിൽ നല്ലൊരു ശതമാനം വിദേശ രാജ്യങ്ങളിലേക്ക് പോവാണ്. ആ വിദേശ രാജ്യങ്ങളുടെ ഉപരിപഠനത്തിന് പോകുന്നത് അവിടെ കൊടുക്കുന്ന ചില പ്രത്യേക ഫെസിലിറ്റീസ് ആണ്. ഒന്നാമത് പഠിത്തത്തോടൊപ്പം തന്നെ അവർക്ക് ചെറിയ ജോലി ചെയ്യാനുള്ള സമയവും സാവകാശവും കിട്ടുന്നുണ്ട്. അവരുടെ ഫീസ് അടയ്ക്കാൻ ആ ജോലിയിൽ നിന്ന് പറ്റുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള അവിടെ കെയർ ഹോമുകളും അതുപോലെ മറ്റിതൊക്കെയാണ് കൂടുതൽ ജോലികളൊക്കെ വരുന്നെങ്കിൽ പോലും വലിയ ഈ വ്യവസായ സ്ഥാപനങ്ങളൊന്നും അങ്ങനെ കിട്ടാറില്ല. അതൊന്നും അത്ര എളുപ്പമല്ല. പക്ഷെ എങ്കിലും അങ്ങനെ പോയി പഠിക്കുന്ന ഒരു നല്ല ശതമാനം കുട്ടികളുണ്ട്.
അപ്പൊ അത് നമുക്ക് കേരളത്തിലേക്ക് എങ്ങനെ അവരെ അങ്ങോട്ട് വിടാതെ തന്നെ കേരളത്തിലേക്ക് നിർത്താൻ പറ്റും എന്നുള്ളതാണ് ഗവൺമെന്റ് യഥാർത്ഥത്തിൽ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതെല്ലാം സ്ഥാപനങ്ങളാണ് ഈ കേരളത്തിലേക്ക് വരാൻ പോകുന്നത് അവർക്ക് പറ്റിയ ഓറിയന്റഡ് ആയ കോഴ്സുകൾ ഉണ്ടാവണം. നമ്മുടെ പ്രൊഫഷണൽ കോഴ്സുകൾ ഇപ്പൊ നമ്മുടെ കോഴ്സുകളെല്ലാം AI റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എല്ലാ വകുപ്പുകളിലും വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായി അത്തരം കോഴ്സുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റിലൂടെ തന്നെ ഈ സ്ഥാപനങ്ങൾ ഇവരെ പിക്ക് ചെയ്ത് പോകും. ഇപ്പൊ കേരളത്തിൽ പുറത്തേക്ക് പോകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ കേരളത്തിലെ കോളേജുകളിലെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി കൊണ്ടുപോകുന്നതെല്ലാം ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളാണ്. അതെ, തീർച്ചയായും ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളും കേരളത്തിലെ പ്രമുഖ കമ്പനികളുമാണ് യഥാർത്ഥത്തിൽ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി കൊണ്ടുപോകുന്നത്. സെക്കൻഡ് തേർഡ് ഒക്കെയാണ് പുറത്തേക്ക് പോകുന്നത്, മുമ്പതല്ല. നമ്മൾ നന്നായി നിരീക്ഷിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റും. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് IIT പോലുള്ള സ്ഥാപനങ്ങളെല്ലാം വന്ന് ഇവിടുന്ന് ഫസ്റ്റ് മുൻനിര ക്രീമി ലെയർ അവരടിച്ചുകൊണ്ട് പോവുക. ടാറ്റ കൊണ്ടുപോകുന്നുണ്ട്, ധാരാളം സ്ഥാപനങ്ങൾ കൊണ്ട് അവർ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് കൊണ്ടുപോവുകയാണ്. അത് കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത്, മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നല്ല. നമ്മൾ വെറുതെ പറഞ്ഞ് ബാംഗ്ലൂരിൽ നിന്നോ മറ്റെവിടെ അല്ല. നമ്മുടെ കുട്ടികളും ബാംഗ്ലൂരിൽ പോയി പഠിച്ചാലും എങ്ങനെ ആയാലും അവിടുന്ന് പോകുന്നത്. ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് പോലും സെലക്ട് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം അവരുടെ മദർ പ്ലേസ്, അവരുടെ ജന്മസ്ഥലം എടുത്താൽ നമ്മളാ. അപ്പൊ മലയാളികൾ ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. അതിനെ പറ്റിയ ഗ്രൗണ്ട് പിന്നെ അടിസ്ഥാന വിദ്യാഭ്യാസം നമുക്ക് ഇപ്പൊ കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഏതാ പ്രൈമറി, നല്ല ഏറ്റവും നല്ല സെക്കൻഡറി, പിന്നെ ഹൈസ്കൂൾ സെക്കൻഡറി വിദ്യാഭ്യാസം നമുക്ക് ഏറ്റവും അഡ്വാൻസ്ഡ് ആയി. നമ്മളിപ്പോ ഇന്റർനാഷണൽ ലെവലിലുള്ള സ്റ്റാൻഡേർഡിലേക്ക് നമുക്ക് മാറി. അപ്പൊ അതിലെല്ലാം ഗുണം നമുക്ക് കിട്ടുന്നു. ഇനി വരുന്നത് അതാണ്. പിന്നെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് ടൂറിസം ബേസ് കേരളം. അതിന്റെ പൊട്ടൻഷ്യൽ മുഴുവൻ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അത് ഉപയോഗിച്ചാൽ ലോകത്തെ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെക്കാൾ കൂടുതൽ അട്രാക്റ്റീവ് ആകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അത്ര മനോഹരമായ പ്രകൃതി നമുക്ക് അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ പൊട്ടൻഷ്യൽ മുഴുവൻ വിനിയോഗിക്കാൻ കൂടി നമ്മൾ തയ്യാറായാൽ കേരളം ഒരു സ്വർഗമായി മാറും, ഒരു സംശയമില്ല. അതെ, പണ്ട് നൂറുകണക്കിന്, അതായത് ഒരു നൂറ്റാണ്ട് മുന്നേ ഒക്കെ കേരളം ഒരു ഭ്രാന്താലയം എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം ദൈവത്തിന്റെ സ്വന്തം നാടായി മാറിയത് ഒരു ചരിത്രമാണ്. അതായത് അന്ന് നിന്നിരുന്ന ഒരു ജാതി വ്യവസ്ഥയും കാര്യങ്ങളും ഒക്കെ മാറി ഇന്ന് നിൽക്കുന്ന ഒരു സൗന്ദര്യത്തിലോട്ട് കേരളം വന്നത് അതൊരു രാഷ്ട്രീയമാണ്, അതൊരു ചരിത്രം തന്നെയാണ്. ഇന്ന് നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ഒരു ന്യൂസ് ആണ് കേരള എന്നുള്ളത് മാറുന്നു, കേരളം എന്ന് തന്നെയാണ് നമ്മുടെ ഒഫീഷ്യൽ നെയിം എന്നുള്ളത്. സാർ അതിനെ എങ്ങനെയാ നോക്കി കാണുന്നത്? അതായത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഐഡന്റിറ്റി ഉണ്ട്. അതെ, അപ്പൊ ആ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു പോകുന്നതാണ്. നമ്മുടെ പേരിനെ ഒന്ന് ചുരുക്കി പറയുന്നത്. ഇംഗ്ലീഷുകാർ എപ്പോഴും അവരുടെ ഒരു സൗകര്യാർത്ഥം എന്നുള്ള ആണ്. ആലപ്പുഴ അവർക്ക് ചിലപ്പോ വഴങ്ങത്തില്ല, അതുകൊണ്ട് അവർ ആലപ്പിയാക്കി. കോഴിക്കോട് കാലിക്കറ്റ് ആക്കി. അപ്പൊ അവർക്ക് വഴങ്ങാത്ത പല സെന്റൻസുകളും ലാംഗ്വേജുകളും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ മാറ്റിയത് നമ്മൾ തിരിച്ചെടുക്കുക എന്നുള്ളതല്ല. ഇപ്പം ഉത്തരേന്ത്യയിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനല്ല. പല പേരുകളും മുസ്ലിം നാമധേയവുമായി സാമ്യമുള്ളത് കൊണ്ട് അതെല്ലാം ഹൈന്ദവവൽക്കരിക്കുക എന്ന നിലയിൽ നടത്തുന്ന മാറ്റവും ഇതും തമ്മിൽ വ്യത്യസ്തമാണ്. ഇത് ഒരു ഐഡന്റിറ്റിയാണ്, നാടിന്റെ ഒരു കേരളം, സസ്യശ്യാമള കോമള കേരളം. മലയാളത്തിൽ പറയുമ്പോഴാണ് അതിന്റെ മീനിങ് ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കേരളം എന്ന് പറയുന്നത്. പിന്നെ വളരെ പ്രശസ്തമായ പാട്ടുകളുണ്ടല്ലോ കേരളത്തെ കുറിച്ച്, അതെല്ലാം കേരളം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പാട്ടുകളാണ്. അതെല്ലാം നമ്മുടെ ഒരു തനിമയാണ്. ആ തനിമ നിലനിർത്താൻ ആ പേര് വീണ്ടെടുത്തോടുകൂടി നമുക്ക് നമ്മുടെ ഒരു എന്താ പറയാ, നഷ്ടപ്പെട്ടു പോയൊരു സത്വം വീണ്ടും കിട്ടി. കേരളം എന്ന് പറയുന്ന ഒരു സത്വം വീണ്ടും കിട്ടിയ സന്തോഷമാണ് കാര്യത്തിലുള്ളത്. അതെ, അപ്പൊ സാറിന് സന്തോഷം തന്നെയാണ്. ഓക്കെ സാർ, നിർത്തുന്നതിന് മുന്നേ സാർ നല്ലൊരു എഴുത്തുകാരനാണ്, കവിതകളൊക്കെ എഴുതുന്ന ഒരാളാണ്. കേരളത്തെ പറ്റി, നമ്മുടെ നാട്ടിനെ പറ്റി ഒരു 2 വരി പറഞ്ഞ് അതിൽ നമുക്ക് നിർത്താൻ പറ്റിയ സന്തോഷം. സാറിന്റെ ആവാം, അല്ലെങ്കിൽ സാറിന് ഇഷ്ടപ്പെട്ട വരികളാവാം. കേരളം മലയാളികളുടെ മാതൃഭൂമി. അത് വളരെ ഒരു പ്രശസ്തമായ കൃതിയുടെ തലവാചകമാണ്. EMSന്റെ പുസ്തകത്തിന്റെ പേരാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി. ഈ കേരളത്തെ ഒരുമ കൊണ്ടും സ്നേഹം കൊണ്ടും നന്മ കൊണ്ടും ഒരുമിച്ച് നിർത്താൻ നമുക്ക് കഴിയണം. ഏതൊരു വിധ്വംസക ശക്തികൾ വന്ന് എന്ത് പ്രചരിപ്പിച്ചാലും കേരളത്തിൻ്റെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനുമെല്ലാം
ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒരുമയോടെ, ഒരു പൂന്തോട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന വ്യത്യസ്ത വർണ്ണങ്ങളുള്ള പൂക്കളെ പോലെ, ഒരു മുത്തുമാലയിൽ കോർത്തിട്ട മുത്തുമണികളെ പോലെ ഒരുമയോടെ നിൽക്കുന്ന നാടായി കേരളം തുടരണം. സൂപ്പർ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്, താങ്ക് യു.